ചുരം എന്ന് പറഞ്ഞ സിനിമ അന്ന് എഡിറ്റർ ശ്രീകർ പ്രസാദ് സാറാണ്. അത് ലെജൻഡായിട്ടുള്ള ഭരൻ സാറിൻ്റെ സിനിമ. അത് ഏകദേശം ഒരു 100 ദിവസത്തോളം തെന്മല ഭാഗത്തായിരുന്നു ഷൂട്ടിംഗ് ഫുള്ളായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലും മദ്രാസിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വലിയ അനുഭവമായിരുന്നു. ഒരു ഫിലിമിൽ നിന്ന് ഡിജിറ്റലിലേക്ക് മാറുന്ന ആദ്യത്തെ പടമായിട്ട് പറയാൻ പറ്റും ശരിക്കും. അപ്പോൾ അത് വർക്ക് ചെയ്യാൻ പറ്റി. അത്രമഴയൊക്കെ ആണെങ്കിലും അന്ന് ഡബ്ബിങ്ങിനൊക്കെ ആകുമ്പോൾ ലാലേട്ടനൊക്കെ എല്ലാവരും ഒന്ന് മദ്രാസ് തന്നെയാണല്ലോ. അപ്പോൾ ലാലേട്ടനൊക്കെ ആയിട്ട് നല്ല അടുത്തിടപഴകാനൊക്കെ കുറേ പറ്റിയിട്ടുണ്ട്. കാരണം അന്ന് ഈ പടവുമായിട്ടൊക്കെ വരുമ്പോൾ അതിൻ്റെ ഡിസ്കഷൻ പലതും അങ്ങനെ അനുഗ്രഹയുടെ ഓഫീസിൽ ലാലേട്ടൻ വരും. ഇങ്ങനെ അഗ്മോറാണ് ലാലേട്ടൻ താമസിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ അവിടെ തന്നെ ഒരു ഡബ്ബിങ് സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ ലാലേട്ടൻ ഡബ് ചെയ്യാൻ വരുന്നതും ആ സ്റ്റുഡിയോയിലാണ്, അഗ്മോറിൽ തന്നെ. അപ്പം അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അന്ന് സിനിമ എന്ന് പറയുന്നത് മദ്രാസ് തന്നെയാണ്. ഏകദേശം സൗത്ത് ഇന്ത്യയിലെ എല്ലാ സിനിമാക്കാരും മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ അവരെല്ലാവരും മദ്രാസിനാണ്. മമ്മൂക്കയാണെങ്കിൽ അടയാർ ഭാഗത്തായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ അവരൊക്കെ ആയിട്ട് കുറച്ച് ആ സമയങ്ങളിൽ അടുത്തിടപഴകാനൊക്കെ ആയിട്ട് പറ്റിയിട്ടുണ്ട്. അന്ന് മുതലുള്ളൊരു അങ്ങനെ പറ്റിയിട്ടുണ്ട്.